നമ്മളങ്ങനെ കാത്തിരുന്ന ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചിന്റെ ഡേ ആയിരുന്നു ഇന്ന്. നമ്മുടെ പറൂര് ഇതേവരെ കാണാത്തൊരു തീറ്റ മത്സരം. അങ്ങനെ കറക്റ്റ് ടൈമിന് തന്നെ എല്ലാവരും എത്തിയിട്ടോ. നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ബിരിയാണി ചെമ്പ് നേരെ അകത്തേക്ക് എടുത്തു വെച്ച് അവിടെ നിന്ന് ഡയറക്റ്റ് സെർവ് ചെയ്യാണ് ചെയ്തത്. ആദ്യമായിട്ട് അടുത്താണ് തീറ്റ മത്സരം. അതിന്റെ പേരിൽ ടെൻഷനും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ പുറത്ത് കാണിച്ചില്ല. റൂൾസ് ഒക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്. വേറെ ഒന്നുമല്ല, 15 മിനിറ്റ് ടൈം ഉണ്ട്. 15 മിനിറ്റ് ടൈമിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി തിന്നണ ആരാണോ അയാൾ വിജയിക്കും. ഫസ്റ്റ് പ്രൈസിന് 1000, സെക്കൻഡ് പ്രൈസിന് 500, തേർഡ് പ്രൈസിന് 300 രൂപ അല്ലെങ്കിൽ 300 രൂപയുടെ ഫുഡ് കൂപ്പൺ. അതായിരുന്നു നമ്മുടെ പ്രൈസ് കേട്ടോ. തീറ്റ മത്സരം കാണാൻ വന്ന ഒരാളെയും കൂടി സർപ്രൈസ് ആയിട്ട് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തീറ്റ മത്സരം എന്നൊക്കെ പറഞ്ഞാൽ ഇതായിരുന്നു തീറ്റ മത്സരം. വാശിയേറി തീറ്റ മത്സരമാണ് ഇവിടെ നടന്നേട്ടോ. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ രണ്ടാമത്തെ സെറ്റ് ബിരിയാണി റെഡിയാക്കി അവരുടെ ടേബിളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റ് പകുതി ആയപ്പോഴേക്കും കുറെ പേരൊക്കെ ക്വിറ്റ് ചെയ്ത്. എന്നാലും വാശിക്ക് ഒട്ടും കുറവുണ്ടായില്ല. ബാക്കിയുള്ളവര് നിന്നങ്ങനെ പൊളിച്ചു. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് എത്തി. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിൽ 3 ബിരിയാണി ആയിട്ട് 3 പേര് കട്ടക്കുള്ള മത്സരമായിരുന്നു. അങ്ങനെ അവസാനം പോലെ നമ്മുടെ ചെറായിലുള്ള അഡോണീസ് ബ്രോ ഫസ്റ്റ് പ്രൈസ് അടിച്ചേക്കാണ് 3 ബിരിയാണി കംപ്ലീറ്റ് ചെയ്തത്. ബാക്കിയുള്ളവരും ഒട്ടും മോശമായിരുന്നില്ല. പറഞ്ഞ പോലെ നമ്മൾ പ്രൈസ് മണിയും കൊടുത്ത് എല്ലാവരും സെറ്റിൽ ആക്കിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഈറ്റിംഗ് ചലഞ്ച് സക്സസ് ആക്കാനായിട്ട് നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത് നോർത്ത് പറവൂരിലുള്ള മാങ്കര ഹോട്ടലാണ്. അടുത്തത് ഇനി 25 പേരുടെ ഈറ്റിംഗ് ചലഞ്ച് ആയിട്ട് നമ്മൾ ഉടനെ എത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.